ഹായ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ പാൽ കപ്പയാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ വലിപ്പമുള്ള ഒരു കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കപ്പയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക, കഴുകിയെടുക്കുക. കപ്പ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. കപ്പ നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കപ്പയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ നന്നായി ചതച്ചെടുക്കുക. അത് കപ്പ തിളച്ച് കഴിയുമ്പോൾ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മൂടി വെച്ചതിന് ശേഷം കപ്പ നന്നായി വേവിച്ചെടുക്കുക. ഇതുപോലെ വെന്തിട്ടുണ്ടാവണം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലിൽ ഒന്നുകൂടി വേവുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുക. നന്നായി കുറുകിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ താളിച്ചൊഴിക്കലായാണ് അടുത്ത സ്റ്റെപ്പ്. കടുകിടുക. ഉള്ളി, വെളുത്തുള്ളി എന്നിവ കടുക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 അല്ലി വറ്റലമുളകും കറിവേപ്പിലയും ചേർക്കുക. നന്നായി മൂത്തതിന് ശേഷം ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്വാദിഷ്ടമായ പാൽ കപ്പ തയ്യാറായി കഴിഞ്ഞു.